എൻ്റെ നാട്ടിൽ ഭയങ്കരനായിട്ടുള്ളൊരു നിരീശ്വരവാദി ഉണ്ടായിരുന്നു. വലിയ താടിയൊക്കെ വെച്ച്, പിന്നെ കക്ഷത്തിലൊരു ബുക്കൊക്കെ എപ്പോഴും വെക്കും. എന്നിട്ട് ഒരു വെള്ള ജുബ്ബയൊക്കെ ഇട്ടിട്ട് എന്നും അങ്ങാടിക്ക് വരും, രാവിലെ വരും, പിന്നെ അങ്ങനെ നടന്നു പോകും. ആളുകളോടൊക്കെ നിരീശ്വരവാദം പറയുന്ന ഒരാൾ. പക്ഷേ 10-30 വർഷം കഴിഞ്ഞപ്പോൾ അയാൾക്ക് വന്ന മാറ്റം അതിഭയങ്കരമായ മാറ്റം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്തായാലും താടി പഠിച്ചോ? താടി അയാൾക്ക് ഇപ്പോഴും ഉണ്ട്. അയാൾ കഷ്ടത്തിലെ പുസ്തകം മാറ്റിയോ? പുസ്തകവും ഇപ്പോഴും ഉണ്ട്. പിന്നെന്താ, അയാൾ കല്യാണം കഴിച്ചില്ലേ? അയാൾ കല്യാണം കഴിച്ചു. പിന്നെന്താ സംഭവിച്ചത്? അയാൾക്കെന്താ പ്രശ്നം? അയാൾ എങ്ങനെയാണ് മാറിയത്? അയാൾ നിരീശ്വരവാദ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്നിട്ട് ഒരു അന്യമതസ്ഥയായിട്ടുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു. മനസ്സിലായോ? പിന്നെ അയാൾ കഷ്ടത്തിലെ പുസ്തകം കുറച്ചും കൂടി വലിപ്പം കൂടി പുസ്തകമാക്കി. വേറെ എന്തൊക്കെ മാറ്റം അല്ലേ? വേറെ ഒരു മാറ്റം കൂടി വന്നു. വിശദമായിട്ട് പറയാം. കഷ്ടത്തിലെ പുസ്തകം അയാൾ മാറ്റി ബൈബിളാക്കി. താടി കുറച്ചുകൂടി നീണ്ടു, പക്ഷെ പഠിച്ചില്ല. മതസ്ഥ സ്ത്രീയെ കല്യാണം കഴിച്ചു, പക്ഷെ അവളെ മതം മാറ്റി. മാത്രമല്ല, 2 മക്കളിൽ ഒരാളെ വൈദികനുമാക്കി. ഇന്നും കഷ്ടത്തിൽ പുസ്തകം വെച്ച് അയാൾ ഒരു മാറ്റമില്ലാതെ നടക്കുന്നുണ്ട്. പക്ഷേ അയാൾ ദൈവത്തിൻ്റെ സ്വന്തം ആളാണ്. എങ്ങനെയുണ്ട്? ഇതാണ് കാലഘട്ടം വരുത്തുന്ന മാറ്റം.